For today's program. So let us begin with a prayer. I invite Chitra Miss, Jisha Miss, Nimida Miss. Please come forward. മാന്യ സദസ്സിന് വന്ദനം. പൊന്നിൻ ചിങ്ങത്തിലെ ഓണനാളുകളെ നാം ഒരുമിച്ച് വരവേൽക്കുകയാണ്. നാടെങ്ങും ആഘോഷത്തിമർപ്പിൽ അലിയുമ്പോൾ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ സന്തോഷിക്കുന്നു. ഇന്നത്തെ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ചെയർമാൻ രാമസ്വാമി സർ, ബഹുമാന്യയായ പ്രിൻസിപ്പാൾ ലക്ഷ്മി മിസ്, PTA പ്രസിഡന്റ് ഫിനിക്സ് ബാബു സർ എന്നിവർക്ക് നിറഞ്ഞ സ്വാഗതം. അടുത്തതായി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ആസ്വദിക്കാനായി എത്തിയ മാതാപിതാക്കൾക്കും സുസ്വാഗതം. ആദ്യാവസാനം വരെ ഇതിൽ പങ്കുകൊണ്ടുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സഹ അധ്യാപകർ, PTA അംഗങ്ങൾ, പ്രിയ വിദ്യാർത്ഥികൾ തുടങ്ങി ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോദിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Thank you, Miss. I call upon our PTA President, Mr. Felix Babu sir, to say a few words. സ്വാഗതം ആശംസിച്ച ഭാഗ്യ മിസ്, വേദിയിലുള്ള നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാൻ രാമസ്വാമി അവറുകൾ, നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ലക്ഷ്മി മിസ് അവറുകൾ, അതുപോലെ തന്നെ ഇവിടെ സദസ്സിലുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഇങ്ങനെ ഒരു കൂടിച്ചേരലിനുള്ള ഒരു വേദി ഒരുക്കി തന്ന
ഈ മാനേജ്മെൻറ്റിനോട് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ കുരുന്നുകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നത് ഈ മാനേജ്മെൻറ്റാണ്. കാരണം അവരുടെ കഴിവുകളും അതുപോലെ തന്നെ ഒരു കൂടിച്ചേരേണ്ട ഒരു ഭാഗമാണ് നമുക്ക് ഈ ഓണാഘോഷത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. ചെറിയ രീതിയിലാണെങ്കിലും നമുക്കിത് വളരെ ഭംഗിയായി നടത്താനുള്ള ഒരവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് വാണിരുന്ന മഹാബലി ചക്രവർത്തിയുടെ നല്ല രീതിയിൽ വാണുകൊണ്ടിരുന്നത്. അന്നത്തെ കള്ളവോ ചതിവോ അതുപോലെ തന്നെ വഞ്ചനയോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നന്നായിട്ട് രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരത്തിന് ശമനം വരുത്താനാണ് നമ്മുടെ വാമനമൂർത്തി അവതരിച്ചത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് എത്ര വലുതാണെങ്കിലും നമുക്ക് അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളത് മാറി കുറച്ച് കാലം കർഷകരുടെ ഉത്സവമായി മാറി. കാരണം കർക്കിടകം കഴിഞ്ഞ ശേഷം ചിങ്ങത്തിൽ വന്ന ഒരു പൊറുതിയുടെ ഒരു ഉത്സവമായിട്ട് മാറി. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വീട്ടിൽ ആഘോഷിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പോൾ എല്ലാം നമ്മൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഓണാഘോഷമാണ് വന്നിട്ട്. അപ്പോൾ ഈ ഓണാഘോഷ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ സ്കൂളിലെ ചെയർമാൻ രാമസ്വാമി അവർ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സർ. എല്ലാവർക്കും ഓണാശംസകൾ. അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമായിട്ടുണ്ടാവും ഈ ഓണാഘോഷം ടീച്ചറുടെ മനസ്സിൽ ഇഷ്ടം പോലെ ഉള്ളത് നടക്കുന്നത്. ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവും. അതിൽ നിങ്ങളെല്ലാവരും വന്ന് ഗ്രാൻഡ് പാരൻസ് ഡേ കൊണ്ടാടി പോയ ശനിയാഴ്ച അതിൽ പങ്കെടുത്തവർ ഇതിൽ വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഓണത്തിന് ഈ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ കാണിച്ചതിൽ ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞാൽ നിങ്ങളത് അതുകൊണ്ടാണ് അത് ഗ്രേറ്റ് സക്സസ് ആകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ, അവരുടെയൊക്കെ നല്ല പ്രചോദനം കൊണ്ടാണ് ഈ ഫങ്ഷൻ നന്നാകാൻ പോകുന്നത്. എല്ലാവർക്കും എല്ലാ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്. അടുത്ത വർഷം ഒരു 10-25 കുട്ടികളെങ്കിലും LKGയിൽ നിങ്ങൾ മൗത്ത് പറഞ്ഞ് നമുക്കൊരു അഡ്മിഷൻ വാങ്ങിത്തരണം. അത്രേ എനിക്ക് ആദ്യമായിട്ട് പറയാം. നല്ലൊരു കൈയ്യടി കൊടുക്കുക നമ്മുടെ ചെയർമാൻ സാറിന് വന്നിട്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ മാഡത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. Good morning all of you. Good morning. പകലായിട്ടില്ലേ ഉള്ളൂ. So give a big good morning. Okay. So let me all first wish you a very very happy Onam. ഈ പ്രാവശ്യത്തെ ഓണം പരിപാടി ഇറ്റ്സ് ഓൾ ഫുൾ ഓഫ് സർപ്രൈസസ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജൂണിൽ we had planned not to have any Onam program this year. എന്തുകൊണ്ട് പറഞ്ഞാൽ അതിൽ first reason, I went to America in the month of June. ഞാൻ അമേരിക്കയ്ക്ക് പോയി ജൂണിൽ. ഞാൻ ഇനി തിരിച്ചു വരാനായിട്ടില്ല. ഷെഡ്യൂൾ പ്രകാരം ഞാൻ സെപ്റ്റംബർ 18-ാം തീയതിയാണ് ഇന്ത്യയിലേക്ക് എത്താൻ ഉള്ള ഒറിജിനൽ പ്ലാൻ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നു. Our chairman, Mr. Ramaswamy,
he became sick. ചെറിയ സിക്നെസ് അല്ല, he underwent a mild heart attack. So എന്തോ ഒരു ദൈവാനുഗ്രഹം. ദാ ഇവിടെ ഇരിക്കുന്ന ഈ ദൈവം എന്നും ഞങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും ഹി പ്രൊട്ടക്ട്സ് അസ്. ഒരു കവചം പോലെയാണ് ഞങ്ങളുടെ ഈ പെരുമാൾ എന്നിരിക്കുന്നത്. അവർ സ്കൂൾ ഈസ് ഓൾസോ ദെയർ, ഈ ഗ്രാമത്തിൽ തന്നെ. അതുകൊണ്ട് ഞാൻ തിരിച്ച് വരേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഈ വയനാട് പ്രശ്നങ്ങൾ വേണ്ട, ഓണ പ്രോഗ്രാമൊന്നും ആരും ആഘോഷിക്കുന്നില്ല, ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമില്ല, ഇതൊക്കെയാണായിരുന്നു ചർച്ച. ഞാൻ പറഞ്ഞെന്നാൽ വേണ്ട, നമുക്ക് വേണ്ട വയ്ക്കാം ഈ പ്രാവശ്യം. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കഴിഞ്ഞതും കുട്ടികൾ പതുക്കെ ലക്ഷ്മി മിസ് വി വോണ്ട് ഓണം പ്രോഗ്രാം, വി വോണ്ട് ഓണം പ്രോഗ്രാം. നൗ വാട്ട് ടു ഡു? യൂഷ്വലി ജൂൺ തൊട്ട് എൻ്റെ ഡാൻസ് ടീച്ചർ ഇവിടെ ഉണ്ടാവാറുണ്ട് സ്കൂളിൽ. എവറി വീക്ക് വി ഹാവ് എ ഡാൻസ് ക്ലാസ്. So this time anyhow ഓണം പ്രോഗ്രാം ഇല്ലല്ലോ, ഇനി ആനുവൽ ഡേ പ്രോഗ്രാം ഇല്ലേ. So I told our dance teacher, you come to school from the month of October. മതി, സെപ്റ്റംബറിൽ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സസ് തുടങ്ങാം. So that we will be ready for our ആനുവൽ ഡേ പ്രോഗ്രാം. അപ്പോഴത്തേക്കും പ്ലാൻസ് എല്ലാം മാറി. Now what to do? I called upon the teachers. നിങ്ങളുടെ കഴിവ് ഞാൻ ഈ പ്രാവശ്യം നോക്കട്ടെ. നമ്മളെല്ലാവരും നല്ല പാട്ടുകാരാണ്, നല്ല ഡാൻസേഴ്സാണ്, എല്ലാവർക്കും എല്ലാ കഴിവുമുണ്ട്. നമുക്കൊക്കെ പ്രശ്നം എന്താ അറിയോ? നമുക്ക് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. വി ആർ നോട്ട് കോൺഫിഡൻറ്റ്. അയ്യോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ഞാൻ ഇങ്ങനെ നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? വി നീഡ് ടു ബി കോൺഫിഡൻറ്റ്. മേ ബി നമുക്ക് ചെറുപ്പത്തിൽ ആ ഒരു വേദി കിട്ടാണ്ട് പോയിട്ടുണ്ട്. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു വേദി കിട്ടിയിട്ടേ ഇല്ല. നെവർ ഇൻ മൈ ലൈഫ്, മേ ബി ടിൽ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഐ ഹാവ് നെവർ ഗോട്ട് എനി ഡയസ്. ഞാൻ കയറി മൈക്ക് വെച്ചിട്ട് 4 ഭാഗം ഉണ്ടായിരുന്നു കോളേജിൽ. ഇൻ്റർ കോളേജ് ഡിബേറ്റ്, ഇൻ്റർ കോളേജ് എലക്യൂഷൻ കോമ്പറ്റീഷൻ ബോംബെയിൽ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ബട്ട് ദാറ്റ് വാസ് എ ലോങ് ബിഫോർ സ്റ്റോറി. ഈ ചെറിയ പ്രായത്തിൽ വെൻ യു ആർ ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടിൽ 7, യു ഗെറ്റ് എ സ്റ്റേജ്. ബിക്കോസ് നല്ല കുട്ടികൾക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. നമ്മളുടെ സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാട്ട് എവർ മൈറ്റ് ബി ദെയർ ടാലൻറ്റ്, ദേ ഹാവ് ടു ബി ഓൺ ദ സ്റ്റേജ്. സോ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കഴിഞ്ഞു. സാധാരണ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമും നമ്മളുടെ ഓണ പ്രോഗ്രാമും ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. ബട്ട് ദിസ് ടൈം ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മാസം ഉണ്ടായിരുന്നു ഓണ പ്രോഗ്രാമിന്. സോ ഡ്യൂറിങ് ദ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം വി ഡിഡ്ന്റ് ഹാവ് എനി ഡാൻസ് ആൻഡ് ഓൾ. വളരെ ലൈറ്റായിട്ട് സ്പീച്ചുകൾ മാത്രം കുട്ടികളുടെ. അത് നോക്കുമ്പോൾ 63 കുട്ടികൾ സ്പീച്ചിന് വന്നിട്ടുണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ. ആരെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു situation. Like that we had our Independence Day program. Then we had our Teachers Day program September 5th. Then we had our Grandparents Day celebration on September 7th. Unfortunately, ഈ Teachers Day program ആവട്ടെ, Grandparents Day program ആവട്ടെ, ഞാനതൊന്നും വിറ്റ്നസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത്, ഇന്നാണ് ഞാൻ ഒരുവിധം ഏണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഹൗ മച്ച് കൺജഷൻ ഐ ഹാവ് ഗോട്ട്. ഐ എം സ്റ്റിൽ അണ്ടർ മെഡിക്കേഷൻ. ഓക്കെ, സോ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ഓണം പ്രോഗ്രാം സാഹചര്യം കൊണ്ടും what do you say, everything had to be done within a span of just 15-20 days. 20 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ടീച്ചേഴ്സ് യൂസ് പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ബട്ട് പ്ലീസ് ഗീവ് എ ബിഗ് അപ്ലോസ് ടു ഓൾ ദി ടീച്ചേഴ്സ് പ്ലീസ്. എന്താ പറഞ്ഞാൽ, ഞാൻ ട്രയൽ നോക്കിയിട്ടുണ്ട്. ഈ ഡാൻസിൻ്റെ എല്ലാം ട്രയൽ ഞാൻ നോക്കി.
എനിക്കതിന് അത്ഭുതം തോന്നി. എന്തിനാ ഡാൻസ് ടീച്ചർ? ഇവിടുത്തെ ഓരോരോ ടീച്ചേഴ്സും ഡാൻസ് ടീച്ചർമാരാണ്. അത്രയും കഴിവുണ്ട്. ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്സ്, എവറിത്തിങ് വാസ് ഗിവൺ ടു ദം. ഐ സെഡ് പ്ലീസ്, നിങ്ങൾക്ക് എന്ത് സോങ് സെലക്ട് ചെയ്യണോ സെലക്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഇന്നാണ് ഞാൻ കാണുന്നത് കുട്ടികളുടെ കോസ്റ്റ്യൂമും കളറും അത്ര ഭംഗിയായിട്ടുണ്ട്, ഓരോരോ കുട്ടികളുടെ കളർ ആൻഡ് കോസ്റ്റ്യൂംസ്. സോ ലെറ്റ് മീ താങ്ക് ഈച്ച് ആൻഡ് എവറി പാരൻറ്റ് who have taken the trouble to get the costumes. So once more, teachers, give a big clap to all the parents who have supported us. ഇതൊക്കെ വരും. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന വാക്കുകളല്ല. It is coming from the bottom of my heart, because had you people not taken the initiative, കുറേ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. ഒരു കുടുംബമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തരും വിചാരിക്കുക യു പീപ്പിൾ ആർ ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു ക്യാൻ കം അറ്റ് എനി ടൈം ടു ഡിസ്കസ് എനിത്തിങ് യു വോണ്ട് ടു ഡിസ്കസ് വിത്ത് മീ. ഐ ആം ഓൾവേസ് ഹിയർ. സോ സിമിലർലി ഈവൻ ഐ ഫീൽ, ബിക്കോസ് നമ്മളുടെ കോമൺ ആയിട്ടുള്ളത് നമ്മളുടെ കുട്ടികളാണ് അല്ലേ. സോ വൺസ് ദ ചിൽഡ്രൻ ഗോ അവേ ഫ്രം ദ സ്കൂൾ, പിന്നെ നിങ്ങൾക്ക് ബ്ലൂമിങ് ബഡ്സിൽ പഠിച്ചിട്ടുണ്ട്, ലക്ഷ്മി മിസ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഉണ്ടാകുന്നതാണ് വരിക. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഇറ്റ് നീഡ്സ് ടു കണ്ടിന്യൂ ഫോർ എവർ. എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കാനൊന്നുമില്ല നമുക്ക് കുട്ടികൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. നോ നീഡ്, ബിക്കോസ് ദ വേ വി ആർ ഗ്രോയിങ്, നമ്മൾ പോയ കൊല്ലം എന്ത് സ്ട്രെങ്ത് ആയിരുന്നു, ഈ കൊല്ലം എന്ത് സ്ട്രെങ്താണ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പാരൻസിന് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം പരമാവധി വി ആർ ഓൾ ട്രൈങ് ടു റീച്ച് അപ് ടു യുവർ എക്സ്പെക്റ്റേഷൻസ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ ഐ എം നോട്ട് delaying much. Parents, those who are coming now, please be comfortable. There are chairs on this side also. So this is the open stage this time. So ഏത് ഭാഗത്ത് ഇരുന്നാലും കാണാം. It's not closed. Okay. And one more thing. Usually നമ്മളുടെ പ്രോഗ്രാംസ് ഉണ്ടാവുന്ന ദിവസങ്ങൾ കൺവെൻസ് വൺ വേ ആയിരിക്കും. യു യൂഷ്വലി ബ്രിങ് ദ ചിൽഡ്രൻ. കുറച്ച് പാരൻസിൻ്റെ ഒരു സജഷൻ ആയിരുന്നു, പ്ലീസ് പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും കുട്ടികളെ. ദ ഐഡിയ ബിഹൈൻഡ് എന്തായിരുന്നോ, നിങ്ങൾ അങ്ങനെയെങ്കിലും പ്രോഗ്രാം കാണാൻ വരുമല്ലോ. കുറേ പാരൻസിന് കുട്ടികളുടെ പ്രോഗ്രാമില്ല, ഇതെന്ത് കാണാനാണ് പറഞ്ഞ് പഠിച്ചിരിക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരും, കൊണ്ടാക്കില്ല അവർ. അപ്പോൾ നിങ്ങൾ വരുമല്ലോ, എന്തായാലും കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകണം. പക്ഷേ ഈ പ്രാവശ്യം ഒരു പാരൻ്റ് പറഞ്ഞു, മാഡം അങ്ങനെ വിചാരിക്കരുത്, കുട്ടികളുടെ പ്രോഗ്രാം കാണണം എന്ന് താല്പര്യപ്പെടുന്ന പാരൻസ് ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് കുട്ടികളെ തിരിച്ചു കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യം തിരിച്ച് കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വരുന്ന കുട്ടികൾ തിരിച്ച് സ്കൂൾ വണ്ടിയിൽ തന്നെ പോകുന്നതാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ആയി ഒരു ബഹളം, പിന്നെ എല്ലാവർക്കും പോകാനുള്ള തിരക്കായി അല്ലേ. വി ഡോണ്ട് മെയിൻറ്റെയിൻ എനി ഡെക്കോരം. സോ പ്ലീസ് ഐ റിക്വസ്റ്റ് ടു ദ പാരൻസ്, ഈ വന്ന പാരൻസ് നമ്മുടെ സ്കൂൾ വണ്ടിയിലാണ് കുട്ടികൾ വന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണോ എന്ന് പറഞ്ഞാൽ പ്ലീസ് ആ വണ്ടിയിലുള്ള ടീച്ചറിനൊക്കെ ഇൻഫോം ചെയ്യുക, ഞങ്ങൾ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകണു. ബിക്കോസ് ഈ തിരക്കത്തിൻ്റെ ഇടയിൽ ടീച്ചേഴ്സ് പോകുമ്പോൾ ആ കുട്ടീനെ കാണാനില്ല പറഞ്ഞാൽ വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് വെദർ ദ ചൈൽഡ് ഈസ് ഹിയർ ഓർ ദ ചൈൽഡ് ഹാസ് ബീൻ ടേക്കൻ ബൈ ദ പാരൻസ്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. വിഷിംഗ് യു ഓൾ വൺസ് മോർ എ വെരി 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 ഹാപ്പി ഓണം. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ഓണാശംസകൾ ചിലപ്പോൾ പറയാൻ തെറ്റുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ ബാബു പറഞ്ഞു,
ദാറ്റ് മഹാബലി പറഞ്ഞ ഒരു ചക്രവർത്തി നന്നായി വാഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ് അയാൾക്ക് കുറച്ച് അഹങ്കാരം വന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ച് അയാളുടെ ഈ അഹങ്കാരം അടക്കി എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സ്റ്റോറി. മഹാബലിയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ദാനശീലമായിരുന്നു. എന്തോ ഇല്ലയോ അയാൾ ഒരിക്കലും നോക്കാറില്ല. അങ്ങനെയാണ് മഹാവിഷ്ണു ഒന്ന് ഇയാളെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് 3 അടി മണ്ണ് ചോദിച്ചത്. മഹാബലിക്ക് നന്നായി അറിയാം 3 അടി മണ്ണ് ആരും ചോദിക്കില്ല. ഈ ചോദിച്ചു വന്ന ആള് സാധാരണ ആളല്ല, ഇത് കുറച്ച് ആൾ കുഴപ്പക്കാരൻ തന്നെയാണ്. എന്നിട്ടും പോലും ഹി വാസ് റെഡി ടു ഗീവ് ആ 3 അടി മണ്ണ്. അപ്പം അതും കൂടി ഒരു സന്ദേശമാണ്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഓണം നമുക്കുണ്ടോ ഇല്ലയോ, നമ്മളെയും കാട്ടിലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മളെയും കാട്ടിലും പാവപ്പെട്ട ആളുകൾക്ക് നമ്മളെ കൊണ്ട് ആവുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ സാധാരണ ഏത് ഫെസ്റ്റിവലായ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഡ്രസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ദ ഓൺലി 2 things which are very very important. സോ അത് കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇന്ന് പ്രോഗ്രാമായി everything is over. Please parents, tomorrow we are having a program again. Without you people, ningalilla. We are having a Pookala Malsaram in the school, class wise. We have got some judges who are coming from outside. So കുട്ടികളെ ഉറപ്പായിട്ട് അയക്കണം with lot of flowers. നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ച് അയക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് ട്രോഫി കിട്ടണം എന്ന് പറഞ്ഞ് അയക്കുക. നാളെയാണ് ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ പായസം കൊടുക്കലും ചിപ്സ് കൊടുക്കലും ഒക്കെ ടുമോറോ വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ സ്കൂൾ. ഓക്കെ. സോ ഒരു കാര്യം കൂടി, നമ്മളുടെ ഈ മഹാബലി സാധാരണ വയറൊക്കെ ഇങ്ങനെ വീർത്ത് കൊമ്പ മീശൊക്കെ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ മഹാബലിയുടെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടല്ലേ. ബട്ട് ആക്ച്വലി അത് വളരെ വളരെ തെറ്റാണ്. മഹാബലി പറഞ്ഞ ഒരു രാജാവ് നല്ല സ്മാർട്ട് ഹാൻസം മാനായിരുന്നു. സോ ഹാൻസം. രവിവർമ്മനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പെയിൻറ്റർ രവിവർമ്മ ഇല്ല, വലിയ ചിത്രകാരനല്ലേ. അയാൾ വരച്ചു വെച്ചിട്ടുണ്ട് മഹാബലി രാജാവിൻ്റെ ഒരു ചിത്രം. പക്ഷേ നമ്മളുടെ അതെങ്ങനെ അങ്ങനെ വന്നു അറിയില്ല. ബിക്കോസ് മഹാബലി പറയുന്ന ഒരു അസുര കുലത്തിൽ പെട്ട ഒരാളായിരുന്നു, അസുര കുലത്തിൽ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ രാക്ഷസൻ പറഞ്ഞാൽ 2 കൊമ്പ് മീശ കറച്ചിട്ടൊരാള്, ഇതാണ് നമ്മളുടെ സങ്കല്പം. ഇതുപോലെ അസുരൻ പറഞ്ഞാൽ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മഹാബലിനെ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും ഈ കൊല്ലം അത് പോട്ടെ, അടുത്ത കൊല്ലം തൊട്ട് ബ്ലൂമിംഗ് ബഡ്സിൻ്റെ മഹാബലി നല്ല ഹാൻസം ആയിട്ട് മെലിഞ്ഞിട്ട് നല്ല ചന്തക്കാരനായിട്ടുള്ള മഹാബലി ആയിരിക്കും അടുത്ത കൊല്ലം തൊട്ട്, നോട്ട് ദിസ് ഇയർ. ഈ കൊല്ലം ഐ വാണ്ടഡ് ടു ഷെയർ ദിസ് വിത്ത് യു പീപ്പിൾ. ഓക്കെ. സോ താങ്ക് യു ഫോർ എവറിഥിങ്. Sit back and watch the program. Thank you once more. Okay, let us start our cultural program. ഞങ്ങളുടെ ഈ മണ്ഡപം കെട്ടിയിട്ട് 10-20 കൊല്ലമായി. ഇപ്പോഴാണ് അതിന് റിന്യൂ ചെയ്ത് ഇപ്പോൾ 2 ബെഡ്റൂം എല്ലാം ചെയ്തിട്ടുണ്ട്. വെറും ഒരു ദിവസം 12,000 രൂപ മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യുക. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.
ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். பெண்மணியே துணுக்கு വിദ്യകളാൽ മാടപ്രാപിള പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളി നനുത്ത പുഞ്ചിമിഴി മുത്താരം മുകിലാരം മുത്തമേഘം. ഇനിയോട് ഞാൻ പറഞ്ഞില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കും. വിജയന്റെ ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി കിളി കൂട്ടി തക്കിളി കാതേനം. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. இல்லை 3 மாதம் ஆக மாட்டேன். 3 மாதம் அது சாங்க போடுங்கப்பா. Stop
ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ചെയ്തതും സ്റ്റെപ്സ് കൊറിയോഗ്രാഫ് ചെയ്തതും എല്ലാം അവർ തന്നെയാണ്. സോ ഗീവ് ദം എ വെരി വെരി ബിഗ് ക്ലാപ്പ്. സോ മേൽനോട്ടം വഹിച്ച 2 ടീച്ചേഴ്സ് ഉണ്ട്. ഐ വിൽ കോൾ അപ്പോൺ മിനി ആൻഡ് ഭാഗ്യബേസ്. കം പ്ലീസ് ഗീവ് ദം ടു എ വെരി ബിഗ് ക്ലാപ്പ്. So thank you my dear children. It was a very good power-packed performance. Thank you. Go.
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി അതെയും താണ്ടി പുനിതമാ
Thank you.
താത്തേണ്ടി ത്രീലിക്കാവട് താത്തേണ്ടി നിന്നെ കാത്തുനിൽക്കുന്നു ഞാൻ മല്ലികയെ മന്ദാരപ്പൂകുരുവിയേ മല്ലികയെ മന്ദാരപ്പൂകുരുവി പാട്ടല്ലേ കുറച്ച് കളർഫുൾ ആവുമല്ലോ ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പഴാ 10-35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറി വന്നോളൂ. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കൾ കൊച്ചന്മാർ ഇവിടെ അയക്കും. 1 2 3 4 എന്താ എന്താ ചല്ലക്കുടി ചന്തയ്ക്ക് പോകും
വള്ളംകളി ഇല്ലാതെ എന്ത് ഓണാഘോഷം വേണം കുഴൽ വേണം പുകവ വേണം വരവേൽക്കാനാണ് വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ കറുത്ത ചിറകു വച്ചു അരയുന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ കൊലിയെന്തറിയാത്ത കലതട്ടറിയാത്ത കാവലൻ കുണ്ടനീത ജയിച്ചു വന്നു കുണ്ടയിലെ കുട്ടുവനെ കുയിലാതെ വേണം കുഴൽ വേണം കുഴവ വേണം അമ്മയിലെ പൊന്നോടങ്ങൾ ഓടി വന്നു പുണരുന്നു അങ്കതയിൽ നെറ്റിയിന്മേൽ കൊട്ടുന്നു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെങ്കമരം വീട്ടിത്തരുന്നു വേണം കുഴൽ വേണം കുഴവ വേണം കപ്പക്കൂടം പള്ളിക്കൂടു വെള്ളം കളിത്തേരും നാളോ അമ്പലപ്പുഴയിലൊരു വിളക്ക് മാറിക്കുട്ടു അനിന് തവറിയാട്ടം അതിലം വെക്കുന്നു രാത്രി ഉടൻ കൂട്ടം വേണം കുഴൽ വേണം കുഴവ വേണം വരവേൽക്കാനാണ് വേണം കോഴിയോരനങ്ങൾ വേണം വിജയത്തിനാളികളെ വരുന്നു ഞങ്ങൾ Okay, with that we are coming to an end of today's program. Before we go wind up, we'll just sing the national anthem. I would like to call Hanisha Miss. Come forward. She is our new teacher who has helped us in all in this program. I would call Radha Miss, Sujata Miss, and my dear two PTA members. നിങ്ങളുടെ പേര് എനിക്കറിയില്ല. Lakshana's mother and Vedika's mother. Please come on to the stage.
on this wonderful day. It gives me an immense pleasure to deliver the vote of thanks for this event. I would like to thank our chairman, Mr. Ramasamy sir. He is the backbone of our institution. Thank you, sir. I would like to thank our respected principal, Mrs. Lakshmi ma'am, with a great personality who has led us to the finishing goal. So, I once again thank you, ma'am, for your great support, and you are the role model of all the teachers. I would like to thank our PTA members for their cooperation. Thank you. I would take the privilege of thanking Mr. Ganesh, President, VGPS, for giving the Kalyana Mandapam. Next, I would like to thank our Mr. Rafi of BMK Sound of Stage Backdrop, Light and Sound. Next, I would also like to thank all parents, teachers. जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नाम